Hi viewers, welcome to your daily dose of cinema. This is your zone from screen to soul. സൂപ്പർ ഹിറ്റായ മുകുന്ദനുണ്ണി അസോസിയേറ്റിന് ശേഷം രണ്ടാം ഭാഗം ഉടൻ ഉണ്ടാകുമെന്ന് സംവിധായകൻ അഭിനവ്. ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനാണ് നായകൻ. പ്രിയദർശന്റെ 100ാമത്തെ ചിത്രത്തിൽ മോഹൻലാൽ നായകൻ. 12 പാട്ടുകളടങ്ങിയ ഈ ചിത്രം ഒരു മ്യൂസിക് ഡ്രൈവൻ പ്രോജക്റ്റാണ്. കർണാടക സംഗീതജ്ഞരായ അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ് ചിത്രം പറയുന്നത്. പാലായുടെ പശ്ചാത്തലത്തിൽ പക്ക മാസ് ആക്ഷൻ എന്റർടൈനറായി മാത്യു തോമസ് ഒരുക്കുന്ന ഒറ്റക്കൊമ്പനിലൂടെ സുരേഷ് ഗോപി 250ാമത്തെ ചിത്രവുമായി എത്തും. മഹേഷ് ബാബു SS രാജമൗലി കൂട്ടുകെട്ടിൽ എത്തുന്ന വാരാണസി 2027 ഏപ്രിൽ 7 വേൾഡ് വൈഡായി സ്ക്രീനുകളിലെത്തും. വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. സെൻസർ ബോർഡുമായി നീണ്ട തർക്കത്തിനൊടുവിൽ ജനനായകൻ വിജയുടെ ജന്മദിനമായ ജൂൺ 22 സ്ക്രീനുകളിലെത്തുമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. വിജയുടെ അവസാന ചിത്രമാണിത്. നേരത്തെ 100 കോടിയിലധികം രൂപയുടെ റെക്കോർഡ് അഡ്വാൻസ് ബുക്കിംഗ് നടന്നിട്ട് ജനുവരി 9 റിലീസ് ചെയ്യാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല. വാഴ 1ന്റെ വൻ വിജയത്തിനു ശേഷം സംവിധായകൻ ആനന്ദ് മേനോൻ ഒരുക്കുന്ന ചിത്രമായ ഹാപ്പി ലൂപ്പിൽ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമാവുന്നു. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ബാലൻ എന്ന ചിത്രം വേൾഡ് വൈഡായി ജൂൺ 19 സ്ക്രീനുകളിലെത്തുന്നു. എല്ലാ പ്രായത്തിലുള്ള പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് ബാലൻ. പ്രശസ്ത നടനും മഹേഷിൻ്റെ പ്രതികാരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകനുമായ ദിലീഷ് പോത്തൻ തൻ്റെ അടുത്ത ചിത്രത്തിൽ മോഹൻലാലിനെ നായകനാക്കുന്നു. ഷിബു ബേബി ജോണാണ് പ്രൊഡ്യൂസർ. മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരത്തിൻ്റെ അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നു. ഷൈജു ഖാലിദാണ് DOP. ഒക്ടോബറിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഇൻഡസ്ട്രി ഹിറ്റായ തുടരും എന്ന ചിത്രത്തിന് ശേഷം കരൺ മൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് അതിമനോഹരം. പോലീസ് പ്രൊസീജർ പ്ലസ് ഫാമിലി ഡ്രാമ ജോണറിൽ ആണ് ചിത്രം ഒരുങ്ങുന്നത്. മോഹൻലാൽ ഇതിൽ ലൗലജൻ എന്ന പോലീസ് കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ദുൽഖർ സൽമാന്റെ 5ാമത്തെ തെലുങ്ക് ചിത്രം ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ചിത്രത്തിൽ നായിക പൂജ ഹെഗ്ഡെയാണ്. വമ്പൻ ബജറ്റിലും ക്യാൻവാസിൽ ഹൈ ടെക്നിക്കൽ ക്വാളിറ്റിയിലും ഒരുക്കുന്ന ഒരു പ്രണയകഥയാണ് ഈ ചിത്രം. രചനയും സംവിധാനവും രവി നെലകുടിറ്റി. അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി 2 പാക്കപ്പ്. ചിത്രത്തിൽ നെസ്ലൻ, ടോവിനോ, കുഞ്ചാക്കോ, ഷറഫുദ്ദീൻ, സൗബിൻ, ശ്രീനാഥ് ഫാസി തുടങ്ങി വൻ താരനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലിയൻ ആക്ഷൻ ചിത്രവുമായി അക്ഷയ് കുമാർ 2027 വലിയ ചിത്രങ്ങളിൽ ഒന്നായി വരാൻ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സംവിധായകൻ കനിഷ്ക് വർമ്മയാണ്. ഇന്റർനാഷണൽ ലെവലിൽ സർവൈവൽ ഹൊററും ഏലിയൻ ത്രില്ലർ ഘടകങ്ങൾ ചേർത്തുകൊണ്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. 19ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന് ശേഷം വിനയൻ പുതിയ ഫാന്റസി ത്രില്ലർ സിനിമയ്ക്ക് ഒരുങ്ങുന്നു. ഇതുവരെ പറയാത്ത രീതിയിലുള്ള കഥ പറച്ചിലാണ് പുതിയ സിനിമയിൽ താൻ ആവിഷ്കരിക്കുന്നതെന്ന് വിനയൻ പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ജയറാം ഉർവശി കോംബോയിലെത്തുന്ന തമിഴ് ചിത്രമാണ് പരിമള ആൻഡ് കോ. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ഡാർക്ക് കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറിന് വൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. പൊറിഞ്ചു മറിയം ജോസ്, ആന്റണി എന്നീ ഹിറ്റുകൾക്ക് ശേഷം ജോജു ജോർജും ജോഷിയും ഒന്നിക്കുന്ന ചിത്രത്തിന് നടനും സംവിധായകനുമായ അനു മേനോൻ തിരക്കഥ എഴുതും. ചിത്രം ആക്ഷൻ ത്രില്ലർ ഫാമിലി ജോണറിൽ ആണ് എത്തുന്നത്. പണി എന്ന തൻ്റെ ആദ്യ സംവിധാന സംരംഭം ഹിറ്റാക്കിയ നടൻ ജോജു ജോർജ് 2ാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നു. തൃശ്ശൂരിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രത്തിന് പരിപാടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ഡീലക്സ് ബെന്നി എന്ന കഥാപാത്രമായാണ് ജോജു ജോർജ് എത്തുന്നത്. ചിത്രത്തിന്റെ DOP രാജീവ് രവി, സ്റ്റണ്ട് അൻപറിവ്, മ്യൂസിക് യുവൻ ശങ്കർ രാജ. മമ്മൂട്ടിയെ നായകനാക്കി റോബിൻ രാജ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റാക്കിയ കണ്ണൂർ സ്ക്വാഡിന് 2ാം ഭാഗമെത്തും. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. വാഴ 1, വാഴ 2 എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും ജെ ഹെ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനുമായ വിപിൻ ദാസിന്റെ ചിത്രത്തിൽ നിവിൻ പോളി. രണ്ടുപേരും അവർ ഏറ്റെടുത്ത മറ്റ് പ്രോജക്റ്റുകൾക്ക് ശേഷമായിരിക്കും ഒന്നിക്കുക. ചില കാരണങ്ങൾ കൊണ്ട് ഫഹദിന് വേണ്ടി ചെയ്യാനിരുന്ന പ്രോജക്റ്റാണ് നിവിൻ പോളിയിലേക്ക് എത്തിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. മാസ് ആക്ഷൻ ഡയറക്ടർ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജോജു ജോർജ് നായകനായി എത്തുന്ന മാസ് ആക്ഷൻ ചിത്രം വരവ് പ്രദർശനത്തിന് ഒരുങ്ങുന്നു. അർജുൻ അശോകൻ ഈ ചിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നു. ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രം ദക്ഷിണേന്ത്യയിലെ മുൻനിര സ്റ്റണ്ട് മാസ്റ്റേഴ്സായ സ്റ്റണ്ട് സിൽവ, ഫീനിക്സ് പ്രഭു എന്നിവരടക്കം 7 മാസ്റ്റേഴ്സ് അണിനിരക്കുന്നു. പ്രാപ്പട എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ കൃഷ്ണേന്ദു കലേഷിന്റെ അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടി ആയിരിക്കും നായകൻ. വാമ്പയറായിട്ടായിരിക്കും മമ്മൂട്ടി ഇതിൽ അഭിനയിക്കുക എന്ന് ശക്തമായ റൂമറുകൾ പരക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെ വലിയ ഹിറ്റായ 3 ഇഡിയറ്റ് 16 വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ 2ാം ഭാഗം എത്തുമെന്ന്
നടൻ അമീർ ഖാൻ. സംവിധായകൻ രാജ്കുമാർ ഹിറാനി തിരക്കഥ പൂർത്തിയാക്കുന്ന തിരക്കിലാണ്. ചിത്രത്തിന്റെ ഒന്നാം ഭാഗം 16 വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് വൈഡായി 400 കോടിയിലധികം കളക്ട് ചെയ്തിരുന്നു. ചാക്കോച്ചൻ നായകനായെത്തുന്ന ഉന്മാദം പനോരമ സ്റ്റുഡിയോസ് മലയാളത്തിൽ നിർമ്മിക്കുന്ന 3ാമത്തെ ചിത്രമാണ്. പ്രശസ്ത എഡിറ്റർ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആഗസ്റ്റ് 7 സ്ക്രീനുകളിലെത്തും. ചാക്കോച്ചൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ തിരക്കഥാകൃത്ത് ഷാഹി കബീറാണ് ഈ ചിത്രത്തിൻ്റെയും തിരക്കഥ രചിക്കുന്നത്. ഹിറ്റായ ഫാലിമി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നിതീഷ് സഹദേവ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് മമ്മൂട്ടിയുടെ അടുത്ത പ്രോജക്റ്റ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന വമ്പൻ പ്രോജക്റ്റ് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളുടെ പശ്ചാത്തലത്തിൽ പക്ക ഡാർക്ക് ഹ്യൂമർ ആക്ഷൻ എൻ്റർടൈനറായാണ് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ ഒരു ലോക്കൽ ഗുണ്ട ആയിട്ടാണ് മമ്മൂട്ടി ഇതിൽ എത്തുന്നത്. ഷറഫുദ്ദീൻ നായകനായ റൊമാൻറ്റിക് ഫാമിലി കോമഡി ചിത്രമായ മധുവിധു വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയത് അപ്രോക്സിമേറ്റ് 11 കോടി 4 ലക്ഷമാണ്. ജയസൂര്യ മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ വന്ന ഫാന്റസി കോമഡി ചിത്രമായ ആട് 3 50 കോടിക്കും 65 കോടിക്കും ഇടയിൽ ബഡ്ജറ്റിൽ വന്ന ചിത്രം ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയത് 119 കോടിയാണ്. ഡാർക്ക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽ കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്തു സൈജു കുറുപ്പ് നായകനായെത്തിയ അപ്രോക്സിമേറ്റ് 6 കോടി ബഡ്ജറ്റിൽ വന്ന ഭരതനാട്യം ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയത് അപ്രോക്സിമേറ്റ് 40 കോടിക്ക് ഉള്ളിലാണ്. സൂര്യനായകനായ തമിഴ് ചിത്രമായ കറുപ്പ് 11 ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് ആയി നേടിയത് അപ്രോക്സിമേറ്റ് 247 കോടി 15 ലക്ഷമാണ്. ധനുഷും മമിത ബൈജുവും അഭിനയിച്ച വിഘ്നേഷ് രാജയുടെ ആക്ഷൻ ത്രില്ലർ കര മെയ് 28 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ്. നിക്കോളാസ് കേജ് സൂപ്പർ ഹീറോ ആയി ഒറൻ ഉസിയിൽ സംവിധാനം ചെയ്ത സ്പൈഡർ നോയർ എന്ന സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിൽ മെയ് 27 മുതൽ സ്ട്രീമിംഗ്. ഷറഫുദ്ദീൻ നായകനായ മധുവിധു കോമഡി ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ചിത്രം സോണി ലൈവിൽ മെയ് 22 സ്ട്രീമിംഗ് തുടങ്ങി. ഡാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഒന്നിച്ച ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത കോമഡി റൊമാൻസ് ചിത്രമായ ഫീഷ്മർ സൺ നെസ്റ്റിൽ മെയ് 22 മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. സൈജു കുറുപ്പിന്റെ ഭരതനാട്യം കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത കോമഡി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ചിത്രം നെറ്റ്ഫ്ലിക്സിൽ മെയ് 22 മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. ത്രില്ലർ ഡ്രാമയായ ആമോസ് അലക്സാണ്ടർ ജാഫറിഡിക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ മെയ് 22 സ്ട്രീമിംഗ് ആരംഭിച്ചു. ആര്യയും മഞ്ജു വാര്യരും പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ആക്ഷൻ ത്രില്ലർ മിസ്റ്റർ എക്സ് ജിയോ ഹോട്ട്സ്റ്റാറിൽ മെയ് 14 സ്ട്രീമിംഗ് ആരംഭിച്ചു. കടകൻ എന്ന ചിത്രത്തിന് ശേഷം സജിൽ മാമ്പാട് സംവിധാനം ചെയ്ത സാഗർ സൂര്യ പ്രധാന വേഷത്തിലെത്തിയ ഡർബി മെയ് 15 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലും മനോരമ മാക്സിലും സ്ട്രീമിംഗ് ആരംഭിച്ചു. എന്നാൽ താൻ കേസുകൊട് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചാക്കോച്ചനും രതീഷ് പൊതുവാളും ഒന്നിച്ച ഒരു ദുരൂഹ സാഹചര്യത്തിൽ നെറ്റ്ഫ്ലിക്സിൽ മെയ് 13 സ്ട്രീമിംഗ് ആരംഭിച്ചു. ബോക്സ് ഓഫീസിൽ അപ്രോക്സിമേറ്റ് 234 കോടിക്ക് മുകളിൽ വൻ കുതിപ്പ് കാണിച്ച വാഴ ജിയോ ഹോട്ട്സ്റ്റാറിൽ മെയ് 8 മുതൽ തമിഴ് ക്രൈം ത്രില്ലർ വെബ് സീരീസ് വാറണ്ട് C5 മെയ് 22 മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. വ്യൂവേഴ്സ് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കുമോ? താങ്ക്സ് ഫോർ വാച്ചിങ്.